ആൻഡ് ജോസഫ്. ഒരു കൂടി CC ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ സക്സസിന് ആവശ്യമായിട്ടുള്ള 5 സ്റ്റെപ്പുകളെ കുറിച്ചാണ്. മിക്ക ആൾക്കാർക്കും ഒരു ഫിനാൻഷ്യൽ സക്സസിന് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകളോ അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് ആവശ്യമായിട്ടുള്ള ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നതിന്, ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിന് ശ്രമിക്കാറില്ല എന്നതാണ്. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഒരു സേവിങ് മെന്റാലിറ്റിയാണ്. നമ്മൾ ഏൺ ചെയ്ത എമൗണ്ടിന്റെ 10 to 20% സേവ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ മിക്ക ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ ഒരു ആൾക്കാർ ചെയ്യുന്നത് കിട്ടുന്ന വരുമാനം സ്പെൻഡ് ചെയ്തതിനു ശേഷം അവസാനം സേവ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് സേവിങ്ങിലേക്ക് തികയാതെ വരുന്ന ഒരു അവസ്ഥയാണ് മിക്ക ആളിലും കാണുന്നത്. അപ്പൊ ആദ്യം നമുക്ക് കിട്ടുന്ന ആ വരുമാനത്തിൽ നിന്ന് ഒരു സേവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ഈ സേവ് ചെയ്തത് നല്ല അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അസറ്റുകൾ എന്തെന്നല്ല ആണെന്നത് നമുക്ക് നോക്കാം. നമ്മുടെ സാന്നിധ്യം ആവശ്യമില്ലാത്ത ഒരു ബിസിനസ്സിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്വന്തമാണ്, എന്നാൽ അത് കൈകാര്യം ചെയ്യുന്നതും അത് മാനേജ് ചെയ്യുന്നതും ഒക്കെ മറ്റുള്ളവരാണ്. ഇവിടെ നമ്മുടെ സാന്നിധ്യം ആവശ്യമില്ലാത്ത അസറ്റുകൾ ഏതെല്ലാം വെച്ചാല് ഒന്ന് ഷെയർസ്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ, ഡിവഞ്ചേഴ്സ്, പ്രോമിസറി നോട്ട്, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ കുറച്ച് അസറ്റുകളുണ്ട്. ഈ അസറ്റുകളിലൊക്കെ നിക്ഷേപിക്കുവാൻ നോക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് അവോയ്ഡ് ഡെപ്റ്റ്. പല ആൾക്കാരും ഡെപ്റ്റുകൾ ആവശ്യമില്ലാതെ മേടിച്ചു കൂട്ടുകയും അത് ഒരു EMI സിസ്റ്റത്തിലോ അല്ലെങ്കിൽ അടയ്ക്കേണ്ട വരുന്നത് നമ്മുടെ വരുമാനത്തിന്റെ ആദ്യം തന്നെ EMI ആയിട്ട് ലയബിലിറ്റി ആയിട്ട് കീപ്പ് ചെയ്യും. അത് EMI ആയിട്ട് നമ്മുടെ ഏർണിങ് പോകുകയും ചെയ്യുന്നു. ആ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയോ അല്ല ബാങ്കിനോ വേണ്ടി നമ്മൾ പണിയെടുക്കുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് അത് നയിക്കുന്നത്. പലർക്കും ഗുഡ് ഡെപ്റ്റോ അല്ലെങ്കിൽ ബാഡ് ഡെപ്റ്റിനെ കുറിച്ച് തിരിച്ചറിയാതെ പോവുകയും അതുമൂലം ഒരു പ്യുവർമാനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് പേ ചെയ്യുകയും അതോടൊപ്പം തന്നെ റിച്ച് മാൻ അത് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്ന ഒരു മെന്റാലിറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാലാമത് സോളിഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് റിച്ച് ആകണം എന്നുള്ള ആ ഒരു മൈൻഡിൽ സ്പെക്കുലേറ്റീവ് അല്ലുള്ള സ്കീംസുകളിലൊക്കെ നിക്ഷേപിക്കുകയും അതിൽ നമ്മുടെ ഹാർഡായിട്ട് ഏൺ ചെയ്ത മണി ട്രാപ്പാകുകയും നഷ്ടപ്പെട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് നിരംപ്രതി കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ലോങ് ടൈമിലേക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്ന രീതിയിൽ ലോങ് ടൈമിൽ വളരുന്ന രീതിയിലുള്ള സോളിഡ് ആയിട്ടുള്ള ബിസിനസ്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ യുവർ സെൽഫ്. നമുക്കറിയാം ഒരു ഏർണിംഗ് പവർ കൂട്ടുന്നതിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സക്സസിന് ആവശ്യമായി നമുക്ക് നോളജ് ആൻഡ് സ്കില്ല് നമുക്ക് ആവശ്യമാണ്. അതിനായിട്ട് നമുക്ക് നല്ല ബുക്കുകളോ അല്ലെങ്കിൽ വെബിനാറുകളോ സെമിനാറുകളൊക്കെ അറ്റൻഡ് ചെയ്യാനും അത് നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള നോളജും സ്കില്ലും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഈ 5 സ്റ്റെപ്പുകൾ നമ്മുടെ ലൈഫിൽ കീപ്പ് ചെയ്യാൻ നോക്കുക. അത് നമ്മളെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സക്സസിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടി ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക.